നമസ്കാരം. മലയാള സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് ശ്വേത മേനോൻ. അഭിനേത്രി എന്നതിലുപരി മോഡലും TV അവതാരകയുമാണ് നടി. 1994 ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട്. 2011 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആഷിഖ് അബു സംവിധാനം ചെയ്ത സാൾട്ട് ആൻഡ് പേപ്പർ എന്ന ചിത്രത്തിലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മായ എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഇന്നത്തേതുപോലെ നായിക കേന്ദ്രീകൃത സിനിമകൾ സ്വീകരിക്കപ്പെടാതിരുന്ന കാലത്താണ് ശ്വേത മലയാള സിനിമയിലെ സൂപ്പർ നായികയായി മാറുന്നതും ഹിറ്റുകൾ സമ്മാനിക്കുന്നത്. ശ്വേത ഒരേ സമയം കൊമേഴ്ഷ്യൽ സിനിമകളിലും സമാന്തര സിനിമകളിലും ഭാഗമായിരുന്നു. മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച് പിന്നീട് ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ച ശേഷമാണ് ശ്വേത മലയാളത്തിലേക്ക് തിരികെ വരുന്നത്. സിനിമയ്ക്കപ്പുറം പുറത്തും സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് പൊതുവെ സിനിമാ താരങ്ങൾ. എന്നാൽ അവർ പിരിയാറുമുണ്ട്. അത്തരത്തിലുണ്ടായ കാര്യമാണ് ശ്വേത പറയുന്നത്. 1994 മിസ് ഇന്ത്യ 3rd റണ്ണറപ്പ് ആണ് ശ്വേത. ഐശ്വര്യ റായും സുസ്മിത സെന്നിനുമാണ് ശ്വേത അന്ന് മത്സരിച്ചത്. അന്ന് ഐശ്വര്യയുടെ റൂംമേറ്റ് ആയിരുന്നു ശ്വേത മേനോൻ. അക്കാലത്തെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ശ്വേത മേനോൻ ഇപ്പോൾ. അവിചാരിതമായാണ് താൻ മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കുന്നതെന്ന് ശ്വേത പറയുന്നു. കാൻ ചാനൽ മീഡിയയോടാണ് പ്രതികരണം. അച്ഛൻ റിട്ടയർ ചെയ്ത് കേരളത്തിൽ വന്നു. എനിക്ക് മലയാളം തീരെ വഴങ്ങുന്നില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടാമെന്നായിരുന്നു എനിക്ക്. കോഴിക്കോട് പാർലറിൽ പോയപ്പോൾ ഫെമിന മാഗസിൻ കണ്ടു. മിസ് ഇന്ത്യയുടെ ഫോം അതിലുണ്ട്. എന്റെ ഫ്രണ്ട് ഫിൽ ചെയ്ത് അയച്ചു. അങ്ങനെയാണ് മിസ് ഇന്ത്യ മത്സരത്തിന് എത്തിയതെന്ന് ശ്വേത മേനോൻ വ്യക്തമാക്കി. ഞാൻ ഐശ്വര്യയുടെ റൂംമേറ്റ് ആയിരുന്നു. സുസ്മിത എന്റെ അടുത്തുള്ള റൂമിലായിരുന്നു. ഐശ്വര്യയെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ അറിഞ്ഞത്. പക്ഷെ സുസ്മിത അന്നും ഇന്നും എന്നും ഇങ്ങനെയാണ്. എപ്പോഴും ഒരു ഊഷ്മളതയുണ്ട്. അന്നും ഇന്നും കുറെ കൂടി പക്വതയുള്ളയാളാണ് അവരുടെ പ്രായത്തേക്കാളും. സുസ്മിതയെ എവിടെ വെച്ചെങ്കിലും കണ്ടാൽ സംസാരിക്കും. എന്നാൽ ഐശ്വര്യ അങ്ങനെയല്ല. ക്ലോസ്ഡ് ആയ വ്യക്തിയാണെന്ന് ശ്വേത പറയുന്നു. സൗന്ദര്യ മത്സരവേദിയിൽ വിജയിക്കാൻ ഐശ്വര്യയ്ക്ക് 1-2 വർഷത്തെ ട്രെയിനിങ് ലഭിച്ചിരുന്നെന്ന് ശ്വേത പറയുന്നു. ഞാൻ നടക്കാവിൽ നിന്നും പോയതാണ്. തനിക്കൊരു ട്രെയിനിങ്ങും ലഭിച്ചിട്ടില്ല. ഞാൻ സന്തോഷവതിയാണ്. ഞാൻ ഇന്നും അത് മറക്കില്ല. തന്റെ തുടക്കമാണതെന്നും ശ്വേത പറയുന്നു. നാട്ടിലെ ഉമ്മമാരുടെ നിക്കാഹിന്റെ ഡ്രസ്സാണ് ഷോയിൽ ഇന്ത്യൻ ഡ്രസ് റൗണ്ടിലിട്ടത്. ഏതോ ഷോപ്പിൽ നിന്നും 2-3 സ്വിംസ്യൂട്ട് തന്നു. 3000 രൂപയാണ് എനിക്ക് ചെലവായത്. ഐശ്വര്യ റായിക്ക് 30 ലക്ഷത്തിന്റെ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നെന്നും ശ്വേത പറയുന്നു. അതേസമയം 1994 മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം ചൂടിയത് സുസ്മിത സെന്നാണ്. ഐശ്വര്യയ്ക്ക് 2ാം സ്ഥാനമായിരുന്നു. മോഡലിംഗിന് പുറമെ ബോളിവുഡ് സിനിമകളിലും ശ്വേത അഭിനയിച്ചിട്ടുണ്ട്. ബോളിവുഡിൽ കരിയർ കെട്ടിപ്പടുക്കാമായിരുന്നെങ്കിലും താൻ അന്നത് ഗൗരവത്തിലെടുത്തില്ലെന്നും ശ്വേത പറയുന്നുണ്ട്. ഏറെ കാലത്തിന് ശേഷം 2000ന്റെ പകുതിയോടെയാണ് ശ്വേത മലയാള സിനിമയിലേക്ക് വീണ്ടും ശ്രദ്ധ നൽകിയത്. മികച്ച കഥാപാത്രങ്ങൾ ശ്വേതയെ തേടി വന്നു. മുംബൈയിലാണ് കുടുംബത്തോടൊപ്പം ശ്വേത താമസിക്കുന്നത്. കരിയറിനൊപ്പം കുടുംബജീവിതത്തിനും നടി ശ്രദ്ധ നൽകുന്നു. ശ്രീവത്സൻ മേനോൻ എന്നാണ് ഭർത്താവിന്റെ പേര്. ബാദലാണ് ശ്വേതയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ക്യൂൻ എലിസബത്തിലും താരം അഭിനയിച്ചിരുന്നു. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഒരുക്കുന്ന നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന വെബ് സീരീസ് ആണ് ശ്വേതയുടേതായി ഇപ്പോൾ അണിയറയിലുള്ളത്. അഭിനയത്തിന് പുറമെ ടെലിവിഷൻ ഷോകളിൽ വിധികർത്താവായും സജീവമാണ് ശ്വേത. ഈ അടുത്ത് ബിഗ് ബോസ് മലയാളം സീസൺ 6 അതിഥിയായി ശ്വേത എത്തിയിരുന്നു. സീസൺ 1 മത്സരാർത്ഥിയായിരുന്നു ശ്വേത.